ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മപുരാണം, ബ്രഹ്മവൈവർദ്ധ പുരാണം എന്നിവയിൽ സാളഗ്രാമവും തുളസീദേവിയുമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി പറയുന്നുണ്ട്. പ്രാചീന കാലത്ത് ധർമ്മധ്വജൻ എന്ന മഹാധാർമ്മികനും നീതിമാനുമായ ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായിരുന്നു. രാജാവിന്റെ പത്നിയായ മാലവതി ദേവിയും വിഷ്ണുഭക്തിയും മഹാപതിവ്രതയുമായിരുന്നു. പക്ഷേ ആ ദമ്പതികൾ അവർക്ക് സന്താനമില്ലാത്തതിനാൽ അവർ അതീവ ദുഃഖിതരായിരുന്നു. അവർ പരമഭക്തിയോടുകൂടി ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചു. ഒടുവിൽ മഹാവിഷ്ണു അവരുടെ ഭക്തിയിൽ പ്രസന്നനായി പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, ധർമ്മധ്വജ, നീ ധർമ്മപാലകനായതുകൊണ്ട് നിനക്ക് ഒരു ദിവ്യകുമാരി ജനിക്കും. അവൾ ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിരിക്കും. അവൾ ലോകപാവനയായിരിക്കും. അവളുടെ പേരായിരിക്കും തുളസി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം മാലവതി ദേവിക്ക് ദിവ്യദീപ്തിയുള്ള ഒരു കുഞ്ഞ് ജനിച്ചു. അവൾ ജനിച്ചപ്പോൾ തന്നെ തുളസിയിലയുടെ സുഗന്ധം പരന്നതിനാൽ രാജാവ് അവളെ സ്നേഹപൂർവം തുളസി എന്ന് വിളിച്ചു. തുളസി ചെറുപ്പം മുതൽ അത്യന്തം ശാന്തയായിരുന്നു. അവൾ കുലദേവതയായ കാളിയെ ആരാധിക്കുന്നതിന് പകരം ദേവിനെ ആയിരുന്നു ആരാധിച്ചിരുന്നത്. ദേവതകളുടെ കഥകൾ കേൾക്കാനും മഹാവിഷ്ണുവിന്റെ നാമസ്മരണ നടത്താനും അവൾ വളരെയധികം ആനന്ദമായിരുന്നു. അവൾ വളർന്നതിനോടൊപ്പം അവളുടെ ആത്മഭക്തിയും വർദ്ധിച്ചു വന്നു. അവൾ അച്ഛനോടും അമ്മയോടുമായി പറഞ്ഞു, എനിക്ക് ഭർത്താവായി മറ്റാരെയും വേണ്ട, മഹാവിഷ്ണു ആയിരിക്കണം എന്റെ ഭർത്താവ്. ഇത് കേട്ട ധർമ്മധ്വജൻ ദൈവാനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി മകളെ അനുഗ്രഹിച്ചു. അങ്ങനെ തുളസി മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ഹിമാലയത്തിൽ പോയി മഹാവിഷ്ണുവിനെ പ്രാപിക്കാനായി കഠിന തപസ് അനുഷ്ഠിച്ചു. അവൾ നാളുകളോളം ജലം പോലും കുടിക്കാതെ മന്ത്രജപത്തിലും ധ്യാനത്തിലും മുഴുകി. അവളുടെ തപസ് കണ്ട് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ചോദിച്ചു, മകളെ തുളസി, എന്തിനാണ് ഈ തപസ് അനുഷ്ഠിക്കുന്നത്? അവൾ വിനീതമായി പറഞ്ഞു, എൻ പ്രഭുവായ മഹാവിഷ്ണുവിനെ എനിക്ക് ഭർത്താവായി ലഭിക്കണം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, തുളസി, നിന്റെ ഭക്തി അപാരമാണ്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മുജ്ജന്മത്തിൽ ഗോലോകത്തിൽ ഗോപികയായ വർമ്മിലയായിരുന്നു. വിഷ്ണുവിനോടുള്ള അന്യോന്യഭാവം കാരണം ശാപമേറ്റ് മനുഷ്യജന്മം നേടിയിരിക്കുകയാണ്. ഈ ജന്മത്തിൽ നീ ആദ്യം ശംഖചൂഡൻ എന്ന മഹാതപസ്യയുമായി വിവാഹിതയാകും. പിന്നെ നിന്റെ യഥാർത്ഥ പ്രഭുവായ വിഷ്ണുവിനോടൊപ്പം ദിവ്യസമാഗമവും പ്രാപിക്കും. ഇത് കേട്ട് അതീവ ദുഃഖിതയായി തുളസി. പിന്നീട് ബ്രഹ്മദേവന്റെ നിർബന്ധത്തിന് വഴങ്ങി തപസ് അവസാനിപ്പിച്ച് സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ശംഖചൂഡൻ ദാനവകുലത്തിൽ ജനിച്ച മഹാവീരനായിരുന്നു. അവൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ അവനൊരു വജ്രകവചം ലഭിച്ചിരുന്നു. അതിനാൽ അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ലായിരുന്നു. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ശംഖചൂഡൻ ധർമ്മധ്വജന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ വെച്ച് തുളസിയെ കണ്ടുമുട്ടി. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു. ധർമ്മധ്വജന്റെ അനുമതിയോടുകൂടി ആ ദിവ്യ വിവാഹം നടന്നു. വിവാഹ സമയത്ത് ദേവന്മാർ വസന്തമാലകളും ചന്ദനഗന്ധവും വിതറി. വേദമന്ത്രങ്ങൾ മുഴങ്ങിയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെ തുളസിയും ശംഖചൂഡനും ധർമ്മിഷ്ഠവും വിശ്വാസവും നിറഞ്ഞ ജീവിതം നയിച്ചു. അവളുടെ ഭക്തിയും പാതിവ്രത ധർമ്മവും മൂലം ദേവതകൾ പോലും ഭയന്നു. ആ ഇടയ്ക്ക് ദേവാസുര യുദ്ധം നടക്കുകയായിരുന്നു. ശംഖചൂഡന്റെ ശക്തി മൂലം ദേവതകൾക്ക് പരാജയം സംഭവിച്ചു.
അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു ശംഖുചൂടനെ വധിക്കാമെന്നേറ്റു. പക്ഷേ തുളസിയുടെ പാതിവ്രതധർമ്മം മൂലം ശംഖുചൂടനെ നേരിട്ട് വധിക്കാൻ വിഷ്ണുവിന് സാധിച്ചില്ല. അവസാനം ഭഗവാൻ വിഷ്ണു തന്നെ ശംഖുചൂടന്റെ രൂപം ധരിച്ച് തുളസിയെ സമീപിച്ചു. തുളസി അറിയാതെ ഭർത്താവാണെന്ന് കരുതി ഭഗവാനുമായി ഒന്നു ചേർന്നു. പിന്നീട് തന്റെ അബദ്ധം മനസ്സിലാക്കിയ തുളസി മഹാവിഷ്ണുവിനെ ശപിച്ചു. ഭഗവാനെ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങ് ഇനി ഒരു കല്ലായി ഭൂമിയിൽ ജനിക്കട്ടെ. എന്നാണോ ജനങ്ങൾ അങ്ങയെ പൂജ ചെയ്തു തുടങ്ങുന്നത്, അന്ന് മാത്രമേ ഈ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. മഹാവിഷ്ണു ദയാപൂർവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയേ, നിന്റെ ശാപം തന്നെ ലോകഹിതത്തിനായിരിക്കും. ഞാൻ കല്ലായി ജനിക്കും. പക്ഷേ സാധാരണ കല്ലല്ല. ആ കല്ല് എന്റെ തന്നെ ദിവ്യരൂപമായിരിക്കും. അതിന് സാളഗ്രാമം എന്ന പേര് ലഭിക്കും. എന്റെ വാസം അതിൽ നിത്യമായിരിക്കും. പത്മപുരാണം, സ്കന്ദപുരാണം, ഗരുഡപുരാണം തുടങ്ങിയവയിൽ സാളഗ്രാമ മഹിമയെപ്പറ്റി വിശേഷമായി പറയുന്നുണ്ട്. വിഷ്ണു പറഞ്ഞതുപോലെ ആ ശാപഫലമായി വിഷ്ണുവിന്റെ ദിവ്യശക്തി ഗണ്ഡകി നദിയിൽ, ഇന്നത്തെ നേപ്പാളിൽ പ്രത്യക്ഷമായി. അവിടെ കല്ലുകൾ ഗണ്ഡകി നദിയുടെ തീരങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെട്ടു. അതിനെ സാളഗ്രാമശിലകൾ എന്ന് വിശ്വാസികൾ വിളിച്ചു തുടങ്ങി. ഗണ്ഡകി നദിയിൽ വസിക്കുന്ന വജ്രകീടങ്ങൾ, അതായത് ദിവ്യകീടങ്ങൾ, ഈ കല്ലുകളിൽ ചക്രം പോലുള്ള അടയാളങ്ങൾ കൊത്തുന്നു. അതായത് അവ വിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ പ്രതീകങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാളഗ്രാമം മഹാവിഷ്ണുവിന്റെ നിത്യവാസ സ്ഥലം എന്ന് അറിയപ്പെട്ടു. വീടുകളിൽ സാളഗ്രാമം വെച്ച് പൂജിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. വിഗ്രഹത്തിനോ ഭഗവാന്റെ ഫോട്ടോയ്ക്കോ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം സാളഗ്രാമത്തിന് കൊടുക്കണം. കാരണം അത് ഭഗവാന്റെ ശരീരമാണ്. നിത്യം ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. തുളസീദളം കൊണ്ടും പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യണം. ധൂപ ദീപ ആരതി എടുക്കണം. ഇതൊക്കെ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ സാളഗ്രാമം വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. വൃത്തിയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി പരിപാലിക്കേണ്ടതാണ്. കൂടാതെ നിത്യവും എന്തെങ്കിലും നൈവേദ്യം കൂടി സമർപ്പിക്കേണ്ടതാണ്. സാളഗ്രാമം സ്പർശിക്കുന്നത് കൊണ്ട് പോലും പാപങ്ങൾ നശിക്കുന്നു. ഭക്തന് സൗഭാഗ്യം, ഐശ്വര്യം, ശാന്തി, മോക്ഷം എന്നിവ ലഭിക്കും. ദ്വാരക യാത്രയേക്കാൾ പുണ്യം സാളഗ്രാമ ദർശനത്താൽ ലഭിക്കുന്നുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ശാപം നൽകിയ ശേഷം തുളസി വിഷമത്തോടുകൂടി ഭഗവാനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് ധർമ്മത്തിനായി എന്നെ വഞ്ചിച്ചുവെങ്കിലും എൻ ഹൃദയം നിനക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഈ ശരീരത്തിൽ നിൽക്കേണ്ടതില്ല. പക്ഷേ എന്റെ ആത്മാവ് അങ്ങയോടൊപ്പമായിരിക്കും. തുളസി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധ സസ്യമായി പുനർജനിച്ചു. ഭഗവാൻ പറഞ്ഞു, പ്രിയേ, നീ ഇനി മുതൽ എന്റെ ആരാധനയുടെ അവിഭാജ്യ ഘടകമായി മാറും. ഒരു തുളസീദളമില്ലാതെ ആരും എന്റെ പൂജ പൂർത്തിയാക്കാനാവില്ല. നീ എപ്പോഴും എന്റെ ഹൃദയത്തിൽ വസിക്കും. അന്നു മുതൽ തുളസി വിഷ്ണു പൂജയുടെ അവിഭാജ്യ ഭാഗമാകുകയും പിന്നീട് ഭഗവാൻ പറഞ്ഞു, എന്റെ ഉദാന ദിനമായ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് ശേഷം ദ്വാദശി ദിനത്തിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉദാന ഏകാദശിക്ക് ഭഗവാൻ ചതുർമാസ നിദ്രയിൽ നിന്നുണർന്നു കാർത്തിക ശുക്ലപക്ഷ ദ്വാദശി ദിനത്തിൽ തുളസിയും സാളഗ്രാമ വിഷ്ണുവും തമ്മിലുള്ള വിവാഹം ആചരിക്കുന്നു. ഭൂമിയിലെ ഭക്തജനങ്ങൾ ഈ ദിവസം തുളസി വിവാഹം എന്ന പേരിൽ ആഘോഷിക്കുന്നു. തുളസി ദേവി ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായതിനാൽ ഐശ്വര്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി മാറി. നമ്മുടെ ഗൃഹത്തിൽ തുളസി വിവാഹം എങ്ങനെ ഭക്തിപൂർവം ചെയ്യാമെന്ന് നോക്കാം. ദ്വാദശി നാളിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്
തുളസി കല്യാണം നടത്തും. ആദ്യം തുളസിത്തറയുണ്ടെങ്കിൽ വൃത്തിയാക്കുക. എണ്ണക്കറയൊക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. ശേഷം ചന്ദനവും മഞ്ഞളും സിന്ദൂരവും കൊണ്ട് പൊട്ടുതൊടാം. ഇനി തുളസിത്തറയില്ലെങ്കിൽ ഒരു ചെറിയ തുളസിത്തൈ വീടിന്റെ കിഴക്ക് ഭാഗത്തായി നടുക. വീട്ടിൽ എപ്പോഴും ഒരു തുളസിത്തൈ നടാൻ ശ്രമിക്കുക. അതിൽ ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും സദാ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ഇനി തുളസിത്തറയ്ക്ക് മുന്നിൽ കോലം വരയ്ക്കുക. കോലം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ സ്വസ്തിക് ചിഹ്നം വരച്ചാലും മതി. പിന്നീട് ചുറ്റും വിളക്കുകൾ വെക്കുക. പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ശേഷം തുളസി ചെടിയുടെ ഒരിലയിൽ ചന്ദനവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക. അമ്മയ്ക്ക് പൊട്ടുവെക്കുന്നതായിട്ടാണ് സങ്കല്പം. പിന്നീട് പൂമാലയും കുപ്പിവളകളും തൂക്കിയിടുക. തുളസി ചെടിയിൽ പൂമാലയും കുപ്പിവളകളും തൂക്കിയിടുക. പറ്റുമെങ്കിൽ തുളസിത്തറയ്ക്ക് പാവാട ഉടുപ്പിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കാത്ത പട്ടുതുണിയോ വെളുത്ത വസ്ത്രമോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചുറ്റിവെക്കാവുന്നതാണ്. ഇനി തുളസിത്തറയിൽ തുളസിച്ചെടിക്കടുത്ത് സാളഗ്രാമമോ കൃഷ്ണ വിഗ്രഹമോ വിഷ്ണുവിന്റെ വിഗ്രഹമോ വെച്ച് നമ്മൾക്ക് മാല ചാർത്താവുന്നതാണ്. വിഗ്രഹമില്ലെങ്കിൽ ഫോട്ടോ വച്ചാലും മതി. ഇനി ഇതുമില്ലെങ്കിൽ ഒരു നെല്ലിക്കയോ ഒരു നെല്ലിക്കയുടെ കമ്പോ വെച്ചോ നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. പിന്നീട് ദീപം തെളിച്ച് ധൂപദീപ ആരതി എടുത്ത് പറ്റുന്ന നൈവേദ്യങ്ങൾ സമർപ്പിക്കാം. താമ്പൂലം, അതായത് വെറ്റയും വെറ്റ, പാക്ക്, നാണയം ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ്. പഴം പറ്റുമെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കി നേദിക്കാം. മധുര പലഹാരങ്ങൾ നേദിക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ച് അമ്മയ്ക്ക്, ഭഗവാനും ലക്ഷ്മി ദേവിക്കും നേദിക്കാവുന്നതാണ്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഇന്ന് മഹാവിഷ്ണുവിന്റെയും തുളസി ദേവിയുടെയും ദിവ്യവിവാഹം നടന്നു. ഇരുവരും സന്തോഷപൂർവ്വം ലോകക്ഷേമം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുളസി ദേവിക്ക് മാല ചാർത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം: ഓം തുളസി ദേവി വിഷ്ണു പ്രീതികാരിണി മംഗളസൂത്രം സമർപ്പയാമി. സാളഗ്രാമത്തിന് അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തിന് മാല ചാർത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം: ഓം ശ്രീ സാളഗ്രാമ മഹാവിഷ്ണു തുളസി സഹിതം മംഗളഭാവം ഗ്രഹണം. എന്നിട്ട് തുളസിയെ 3 അല്ലെങ്കിൽ 7 തവണ പ്രദക്ഷിണം വയ്ക്കുക. ചൊല്ലേണ്ടുന്ന മന്ത്രം: പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭി ക്ഷീരോദ് മദനോദ്ഭവേ തുളസീത്വം നമാമിഹം. ക്ഷീരസമുദ്രം മതിച്ചപ്പോൾ ഉദിച്ചവളായ ഹരിയുടെ പ്രിയയായ തുളസി ദേവിയെ പ്രസന്നയാവേണമേ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു. ഇനി നമ്മുടെ ഗ്രഹത്തിൽ തുളസി വിവാഹം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലം എന്തെന്നറിയണ്ടേ? സ്ത്രീകൾക്ക് ദീർഘമാംഗല്യം ലഭിക്കുന്നു, കുടുംബശ്രേയസ് ലഭിക്കുന്നു, ഗൃഹത്തിൽ സമൃദ്ധിയും ധനസമൃദ്ധിയും ധനവൃദ്ധിയും ഉണ്ടാകുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം സ്നേഹം വർദ്ധിക്കുന്നു, പാപങ്ങൾ നശിക്കുന്നു, വിഷ്ണുലോകം പ്രാപ്തമാവുകയും ചെയ്യുന്നു. സാധിക്കുന്നവരൊക്കെ വീട്ടിൽ തുളസി കല്യാണം നടത്താൻ ശ്രമിക്കുക. സാധിച്ചില്ല എങ്കിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചെങ്കിലും പ്രാർത്ഥിക്കാൻ മറക്കരുതേ. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.